ആരാധ ഇത് നൃത്തമല്ല, ഭീമന്റെ സ്വന്തം ഡാൻസാ. ഫോക്ക്. ഹലോ മിസ്റ്റർ, താൻ ആള് പോക്കാണെന്ന് എനിക്കറിയാം. എനിക്കതല്ല അറിയേണ്ടത്. താൻ ആദ്യം അങ്ങാട്ട് ചാടി, പിന്നെ ഇങ്ങാട്ട് ചാടി, ഇനി താൻ എങ്ങാട്ടാണ് ചാടാൻ പോണത്? എനിക്കൊന്നും മനസ്സിലായില്ല. താൻ ആദ്യം താമരയിലേക്ക് ചാടി, പിന്നെ അരിവാളിലേക്ക് ചാടി, ഇനി താൻ എങ്ങാട്ടാണ് ചാടാൻ പോണതെന്ന്? എടാ പിന്നാക്കമോറ, എന്താണ്? രണ്ടും ഒന്ന് തന്നെയല്ലേ? ഒരാള് ചേട്ടൻ ബാബ, മറ്റേയാള് അനിയൻ ബാബ. അബ്സല്യൂട്ട്ലി റൈറ്റ്. മനസ്സിലാക്കി കളഞ്ഞല്ലടാ കൊച്ചി കള. നിങ്ങൾക്കൊരു കാര്യം അറിയോ? ഇപ്പൊ രണ്ട് പാർട്ടിക്കും കൂടി കൈപ്പത്തിയെ തോൽപ്പിക്കണം. ഇതല്ലേ നിങ്ങൾ തമ്മിലുള്ള ഡീല്? അത് ഞങ്ങൾ ജനങ്ങൾക്ക് അറിയാം. മാറി നിൽക്കടാ പുല്ലേ, എന്റെ ഫോക്ക് ഡാൻസ് എടുത്തിട്ടില്ല. പാട്ടിട്. തന്റെ പാട്ടും കൂത്തൊക്കെ അവിടെ നിൽക്കട്ടെ. ഈ നാട്ടിലെ ഒരു സാധാരണക്കാരൻ എന്ന നിലയിൽ എനിക്ക് തന്നോട് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ചോദിക്കുന്നതൊക്കെ കൊള്ളാം, പക്ഷെ ഉത്തരം മുട്ടിക്കുന്ന ചോദ്യം മാത്രം ചോദിക്കരുത്. ചോദിച്ചാൽ അതങ്ങ് വീട്ടിൽ പോയി ചോദിക്ക എന്ന് ഞാനങ്ങോട്ട് പറയും. ചോദ്യം 1. 10 വർഷം മുമ്പ് നിങ്ങൾ പറഞ്ഞതല്ലേ LDF വരും എല്ലാം ശരിയാക്കുമെന്ന്? സത്യത്തിൽ എന്താണ് നിങ്ങൾ ഈ നാട്ടിൽ ശരിയാക്കിയത്? നാടിനെ ശരിയാക്കിയില്ലെങ്കിലും നിങ്ങളെയൊക്കെ ഞങ്ങൾ ശരിയാക്കിയില്ലേ? അതുപോലെ LDF അല്ലാതെ മറ്റാരുണ്ട് ഇവിടെ? ഇതുപോലെ നാടിനെ നശിപ്പിച്ച് കുട്ടിച്ചോറാകാനല്ലേ? അതിന് നിങ്ങൾക്കല്ലാതെ മറ്റാർക്കും പറ്റൂല. കടക്ക് പുറത്ത്. അമ്പട, ഈ ഡയലോഗ് നിങ്ങളുടെ മെയിൻ സഖാവ് പറയുന്ന ഡയലോഗല്ലേ? പുള്ളി ഇതുപോലെ കുറെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഞങ്ങൾ കടിമകൾക്ക് ആവശ്യം വരുമ്പോ എടുത്തിട്ട് കീച്ചാൻ. പാട്ടിട്, എന്റെ ഡാൻസിന്റെ ഫ്ലോ പോകുന്നു. അങ്ങനെ അങ്ങ് മുങ്ങല്ല സഖാവേ. മുങ്ങാൻ ഞാനെന്താ മുതലയോ? എന്റെ പൊന്നു മുതലേ. എന്തോ? അതെ, ഞങ്ങൾക്ക് കുറെ കാര്യങ്ങൾ കൂടി അറിയാനുണ്ട്. ചൊറിഞ്ഞു വരുത്, വേഗം ചോദിക്ക. ഈ രക്തസാക്ഷി ഫണ്ട് പോലും നിങ്ങൾ അടിച്ചു മാറ്റുന്നത് ശരിയായ പരിപാടിയാണ്? അത് ഈ രക്തസാക്ഷികളെന്നും ഞങ്ങൾക്കൊരു വീക്ക്നെസ് ആണ്. രക്തസാക്ഷികൾ ഇല്ലെങ്കിൽ ആവശ്യത്തിന് ഇവര് എന്നെ ഉണ്ടാക്കിക്കോളും. അത്തരം പിപ്പടി വിദ്യകളൊക്കെ ഒരുപാട് ഞങ്ങളുടെ കയ്യിലുണ്ടാവും. പിപ്പടി ഒരെണ്ണം എടുക്കട്ടെ. എന്റെ പൊന്നു ഡ്യൂടെ, ഒന്ന് പോടെ. ഈ നവകേരള ബസ്സിൽ കറങ്ങി നടന്ന ഇവിടെ എന്തൊക്കെയോ മാറ്റം വരുന്ന പറഞ്ഞ ടീംസ് അല്ലേ നിങ്ങൾ? ഇപ്പൊ രണ്ടിന്റെ അവസ്ഥ ഒന്ന് തന്നെ. എന്താ? കട്ടപ്പുറത്ത്. എടാ നികൃഷ്ട ജീവി, സാധാരണ ബസ് പോലുള്ളൊരു ബസ്സല്ല നവകേരള ബസ്. ഓ അറിയാവേ, സാധാരണ ബസ്സിൽ ജനങ്ങൾ സഞ്ചരിച്ചപ്പോ ലാഭം ഉണ്ടായി, പക്ഷെ നവകേരള ബസ്സിൽ മന്ത്രിമാര് സഞ്ചരിച്ച് നഷ്ടം ഉണ്ടാക്കി. എടാ കൊലംകുത്തി, കടക്ക പുറത്ത്. അതിപ്പോ ജനങ്ങ നിങ്ങളോട് പറഞ്ഞോണ്ടിരിക്കണേണ്. നിങ്ങൾ കേൾക്കണം, സത്യത്തിൽ ഇവരുടെ മുഖ്യൻ ആളൊരു തള്ളുവീരനാണ്. അതിന് ഇത്രയും വലിയൊരു ഉദാഹരണം വേറെ ഇല്ല. ന്യൂയോർക്കിൽ ഉള്ള ഒരാള് ഇവിടെ വന്നിരുന്നു. വന്നപ്പോ അയാളുടെ മകൻ എടുക്കുകയാണ്. അയാളുടെ അമ്മയുടെ വീട് തൃശ്ശൂരാണ്, അമ്മയുടെ സിസ്റ്ററുടെ വീട് പാലക്കാടാണ്. അപ്പൊ തൃശ്ശൂർ പാലക്കാടേക്ക് പോയി. ഭയങ്കര ആശ്ചര്യ കുട്ടിക്ക്. കേരളം എന്തൊരു മാറ്റാണ് മാറിയിട്ടുള്ളത്. ന്യൂയോർക്കിനേക്കാളും നല്ല റോഡാണല്ലോ ഇവിടെ കിടക്കുന്നത്. എടാ പരനാറി, എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നു. പാട്ടിട്. എനിക്ക് നാടോട് നൃത്തം കളിക്കാൻ തിളച്ചു നിൽക്കുക. ഇടാ പുല്ലേ. ഇയാൾ ഇതെന്തത് കീ കൊടുത്ത് നിർത്തിയിരിക്കണാണ്? എന്റെ ചോദ്യം തീർന്നിട്ടില്ല മിസ്റ്റർ. നിന്റെ എല്ലാ ചോദ്യത്തിനും ഉത്തരം ഉണ്ടാക്കാൻ ഞാൻ ഒന്നുമല്ല, പഴയ രസയ്യ. എന്തായാലും ഈ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞേ പറ്റൂ. നിങ്ങളുടെ മുഖൻ മലയാള ഭാഷയിൽ കുറെ വാക്കുകൾ കണ്ടുപിടിച്ചിട്ടുണ്ടല്ല, അതിൽ ഈ കാലിക്കുത്തയുടെ അർത്ഥം ഒന്ന് പറഞ്ഞേ. മനസ്സിലായില്ല. കാലിക്കുത്ത, കാലിക്കുത്ത. ഇതാണോ ഇത്ര വലിയ ചോദ്യം? സിമ്പിൾ. അത് ബീവറേജിൽ നിന്ന് കുപ്പി വാങ്ങി കാലിക്കുപ്പി അവിടെ തന്നെ തിരിച്ചു കൊടുക്കുന്ന ഒരു ഏർപ്പാടുണ്ട്. അതിന്റെ പേരാ കാലിക്കുത്ത. എന്റെ പൊന്നടിമക്കമ്മി, ഒന്നും അറിയില്ലല്ലേ, എല്ലാം കയറി അങ്ങ് ന്യായീകരിച്ചോളും. ആ വാക്ക് എന്താന്ന് അറിയാമോ? ജീവിതത്തിൽ ആദ്യമായിട്ട് നിങ്ങളുടെ മുഖൻ ഒന്ന് ശരണം വിളിച്ചു പോയതാ. കല്ലും മുള്ളും കാലിക്കുത്ത. സാമിയേ, നിങ്ങളുടെ ഭരണത്തിൽ ഈശ്വരന് പോലും രക്ഷയില്ലല്ലോ സഖാവേ. ശബരിമലയിലെ സ്വർണ്ണപ്പാളി അടിച്ചു മാറ്റിയത് പോരാഞ്ഞിട്ട് അയ്യപ്പ സംഗമം നടത്തി അതിന്ന് കുറെ കാശ് അടിച്ചു മാറ്റിയ ടീംസല്ലേ? ഇത്രയൊക്കെ പ്രതീക്ഷിച്ചാ മതി. ഇറങ്ങി പോടാ പരനാറി, എനിക്ക് ഡാൻസ് കളിക്കാൻ സമയമായി. പാട്ടടാ.